ഹലോ നമസ്കാരം. ഞാനിന്ന് ഇവിടെ ഇരിക്കുന്നത് തൊമ്മൻ്റെ കൂടെയാണ്. തൊമ്മൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുവിധപ്പെട്ട എല്ലാ കുട്ടികൾക്കും അറിയാം. അതായത് ഒരു പ്രത്യേക രീതിയിൽ കോളേജ് നടത്തുന്ന ഒരു സിസ്റ്റം, പുതിയതായിട്ട് സിസ്റ്റം ബിൽഡ് ചെയ്ത് അതിൽ സക്സസ്ഫുള്ളായിട്ട് മൂവ് ഓൺ ചെയ്തിട്ടിരിക്കുന്ന ആളാണ്. അതുപോലെ തന്നെ 2018 മാരത്തോൺ ഇൻ സ്പീച്ചിൽ വേൾഡ് ഗിന്നസ് റെക്കോർഡ് നേടിയ ആളും കൂടെയാണ്. നമസ്കാരം നമ്മളുടെ ഈ ഇൻ്റർവ്യൂവിലത്തേക്ക്. ഓക്കെ, അപ്പം ആദ്യമായിട്ട് ഞാൻ ചോദിക്കട്ടെ, ഈ 100% വിജയലക്ഷ്യം കോൺഫിഡൻസ് ആയിട്ട് തരാൻ പറ്റും എന്ന് പറയുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയാം? രണ്ട് കാര്യമാണ്. ആദ്യം ഞാൻ ഈ കോളേജ് തുടങ്ങുന്നതിന് മുമ്പ് ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞൊരു ട്രെയിനിങ് പ്രോഗ്രാം ആയിരുന്നു എഞ്ചിനീയറിംഗ് കോളേജ് ചെയ്തത്. ഏകദേശം 10 വർഷം ഞാൻ അത് തന്നെ ചെയ്തത്. അത് 7 ദിവസത്തെ പ്രോഗ്രാമാണ്. 7 ദിവസവും രാവിലെ 6 തൊട്ട് രാത്രി 12 വരെയാണ്. ഓക്കെ. അപ്പോൾ അത് ചെയ്തപ്പോൾ നല്ല രീതിയിൽ പ്ലേസ്മെന്റ് കൂടി. അപ്പം ഇൻഡസ്ട്രിക്ക് എന്താ വേണ്ടതെന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അത് കുട്ടികൾക്ക് ട്രെയിൻ ചെയ്ത് കൊടുത്താൽ നമ്മളൊന്നും നോക്കണ്ട, കുട്ടികളെ ഇൻഡസ്ട്രി എടുത്തുകൊണ്ട് പോകും. നമ്പർ 1. നമ്പർ 2, അത് ഇത്രയും ഉറപ്പ് പറയാൻ കാര്യം വെച്ചെങ്കിൽ കഴിഞ്ഞ കൊല്ലം എനിക്ക് 300 കുട്ടികളുള്ളതിൽ 343 കമ്പനികളാണ് ഞങ്ങളുടെ കുട്ടികളെ റിക്രൂട്ട് ചെയ്തത്. അടിപൊളി. അപ്പോൾ അത് ഉള്ളിടത്തോളം കാലം നമുക്ക് പിന്നെ പേടിക്കേണ്ട കാര്യമില്ല. ഒരു കമ്പനി ഒരാളെ എടുത്താൽ പോലും നമുക്ക് 43 പേർക്ക് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പൊ ഇപ്പം മൾട്ടിപ്പിൾ ഓഫേഴ്സ് ഉണ്ട്. ഒരു കുട്ടിക്ക് 3 ചാൻസ് വരെ പോവാം, 3 കമ്പനി വരെ ജോയിൻ ചെയ്യാം. ഓക്കെ, ഗുഡ് ഗുഡ്. അതായത് ഇപ്പം നമുക്ക് അവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഒരു ഇന്റർവ്യൂ മസ്റ്റായിട്ട് എല്ലാവർക്കും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് അതിന് മുമ്പുള്ളൊരു പ്രിപ്പറേഷൻസ് അവിടെ തൊമ്മൻ ചെയ്ത് കൊടുക്കാറുണ്ട്. ഒരുപാട്. അത് ഫസ്റ്റ് വരുമ്പോൾ തൊട്ട് ആദ്യം എൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് ആണ്, നേരത്തെ പറഞ്ഞ ടേണിംഗ് പോയിന്റ് ആണ്. പിന്നെ ഒരു ബ്രിഡ്ജ് കോഴ്സ് ഉണ്ട് 5 ദിവസം. പിന്നെ ഒരു ബിസിനസ് പ്ലാൻ പ്രസന്റേഷനും കോൺടെസ്റ്റും ഉണ്ട്. പിന്നെ ഔട്ട് ബൗണ്ട് ട്രെയിനിങ് ആണ്, കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള മല കയറലും വെള്ളവും തീ കൂടെ നടക്കലും കുപ്പിച്ചില്ലും ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെയാണ് കമ്മ്യൂണിക്കേഷൻ വർക്ക്ഷോപ്പ് തുടങ്ങും. പിന്നെ ഓറിയന്റേഷൻ കഴിഞ്ഞിട്ടാണ് ബാച്ച് ക്ലാസ് തുടങ്ങുന്നത് തന്നെ. മനസ്സിലായി. അപ്പൊ അവിടെ തൊട്ട് തന്നെ നമുക്ക് പ്ലേസ്മെന്റിന് വേണ്ട ആപ്റ്റിറ്റ്യൂഡും ഗ്രൂപ്പ് ഡിസ്കഷനും ഇന്റർവ്യൂവും എല്ലാം നമ്മൾ എടുത്തെടുത്ത് കൊടുക്കും. അങ്ങനെ അവർക്കതൊരു നല്ലൊരു കോൺഫിഡന്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഈ പറയുന്ന കണക്ക് കോൺഫിഡൻസ് ആണല്ലോ നമുക്കൊരു ഇന്റർവ്യൂവിന് മസ്റ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യം. തീർച്ചയായിട്ടും. ഈ കോൺഫിഡൻസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് പല കാറ്റഗറി സ്റ്റുഡൻസ് നമ്മൾ അവിടെ വരുന്നുണ്ട്. ഇൻട്രോവേർട്ട് വരുന്നുണ്ട്, എക്സ്ട്രോവേർട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവരെ നമ്മൾ എങ്ങനെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്ത് അവരെ ഒരു ഫേസ് ഫിഗർ ആക്കി മാറ്റുന്നത്? ഒന്ന്, പേടി മാറ്റാനുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യാറുണ്ട്. അത് ഞങ്ങളുടെ കുട്ടികൾക്ക് മാത്രമല്ല, ഔട്ട് ബൗണ്ട് ട്രെയിനിങ് എന്ന് പറഞ്ഞ് പുറമേ നിന്നുള്ള ഒരുപാട് കമ്പനികളും കോർപ്പറേറ്റ്സും കോളേജുകളും കുട്ടികളും സ്കൂളുകളും ഒക്കെ വരാറുണ്ട്. ഫെഡറൽ ബാങ്കിന്റെ കുറെ ബാച്ചുകൾ കഴിഞ്ഞു, ഇസാഫിന്റെ കഴിഞ്ഞു, MRF, അപ്പോളോ ടയേഴ്സ്, അമൂലിന്റെ, അക്വാസ്റ്റാർ, HDFC, ഏതൊക്കെ കുറെ ആൾക്കാരെ ട്രെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് ചെയ്യുമ്പോൾ തീ കൂടെ നടക്കാനും കുപ്പിച്ചിലേക്ക് കൂടെ നടക്കാനും പഞ്ഞി കത്തിച്ച് വായടയ്ക്കാനും ബിൽഡിങ്ങിന്റെ 5ാം നിലയുടെ മുകളിൽ കൂടെ ഒരു കയറി കൂടെ സിപ്പ് ലൈനും റാപ്പലിംഗ് ചുമരി കൂടെ 90 ഡിഗ്രീസ് ഇറങ്ങി വരലും. പിന്നെ അവിടെ കുറെ മൃഗങ്ങളുണ്ട്, ഒട്ടകവും കുതിരയും കഴുതയും ഒക്കെ അല്ലാതെ തന്നെ പാമ്പും, പിന്നെ 4 പാമ്പുണ്ട്. പാമ്പിനെത്തിച്ചു. അത് ഒരു നോൺ വെനമസ് ആയിട്ടുള്ള നല്ലൊരു പെറ്റാ, കളിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. പിന്നെ ഫെററ്റ്, കീരി പോലുള്ളതും, ഇഗ്വാന, അർജന്റീനിയൻ ടെഗു. കണ്ടാൽ ചെറിയൊരു എന്താ പറയാ മുതലേ പോലെ ഉണ്ടാവും, ബട്ട് അതൊരു പാവമായ ഒരു സാധനമാണ്. ഇങ്ങനെ കുറെ ഈ പേടി എന്ന് പറയുന്നത് എല്ലാം നമ്മുടെ പെർസെപ്ഷനാണ്. അയ്യോ എനിക്ക് ഹൈറ്റ് പേടിയാണ്, എനിക്ക് പാമ്പിനെ പേടിയാണ്, എനിക്ക് അതിനെ പേടിയാണ്, ഇതിനെ പേടിയാണ്. അത് നമ്മളൊന്ന് ഫേസ് ചെയ്യുന്നവരെ മാത്രമേ നമുക്ക് ഈ പേടിയുള്ളൂ. അപ്പൊ ഇന്റർവ്യൂ ആണെങ്കിൽ അയ്യോ ഇന്റർവ്യൂ എന്ന് പറയും. ഒരു 10 ഇന്റർവ്യൂ കഴിഞ്ഞാൽ പിന്നെ അത് പ്രശ്നമില്ലാണ്ടാവും. ഇതില് ഞങ്ങൾക്ക് എല്ലാ ദിവസവും തന്നെ ന്യൂസ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. ഒരു ന്യൂസ് കൊടുത്ത് ഓരോ കുട്ടി അത് വായിച്ച് അവരുടെ മനസ്സിലായ രീതിയിലൂടെ അത് ആപ്ലിക്കേഷനിൽ പ്രസന്റ് ചെയ്യണം. അപ്പൊ ഇത് ചെയ്ത് വരുമ്പോൾ ആദ്യം ഭയങ്കര പേടിയിലായിരിക്കും, വിറയലായിരിക്കും. കുറെ കഴിയുമ്പം അത് ചെയ്തു. ഞാൻ എൻ്റെ കോളേജ് കഴിഞ്ഞ് പാലക്കാട് NSS എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിച്ചിറങ്ങിയപ്പോൾ വിഷമത്തോടു കൂടി നോക്കിയത് എൻ്റെ ഓഡിറ്റോറിയത്തിനായിരുന്നു. ഞാൻ സ്റ്റേജിൽ കയറിയിട്ടില്ലല്ലോ എന്നുള്ളത്. ഞാനാണിപ്പം വളവളാന്ന് വർത്താനം പറയാൻ തുടങ്ങിയതും ക്ലാസ് നടത്താനും. അതൊരു പേടിയാണ്, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. അതൊന്ന് ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും ഇറ്റ് ഈസ് പോസിബിൾ എന്നുള്ളൊരു ഭാഗത്തേക്ക് എത്തുന്നത്. ഓക്കെ. അപ്പോൾ അതിനുള്ള ഒരു മോട്ടീവ്, അതായത് നമ്മൾ കുട്ടിക്കാലത്ത് നമ്മൾ പലരും ഇവിടെ വന്നിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു, പക്ഷേ എനിക്ക് പേടിയാണ്, ഇങ്ങനെയൊരു സിറ്റുവേഷനിലാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നം ബ്രേക്ക് എങ്ങനെയാണ് തൊമ്മൻ ചെയ്തത്? ഇതെങ്ങനെയാണ് ബ്രേക്ക് ചെയ്തത്? ആൾക്കാരെ കൊണ്ട് ചെയ്യിക്കുന്നത്
അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരാളില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരെണ്ണം ഇല്ല. ഓക്കെ. ഇപ്പം ഞാൻ ടേണിംഗ് പോയിന്റ് എടുക്കുമ്പം എല്ലാവരും പാട്ട് പാടണം. അപ്പൊ എല്ലാവരും പാടില്ല ഞാൻ പാടിയിട്ടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷെ ഓരോരുത്തരായിട്ട് പാടാൻ തുടങ്ങുമ്പോൾ ബാക്കിയുള്ളവരും പാടിപ്പോവും. ഇപ്പൊ തീക്കൂടെ നടക്കുമ്പോ അയ്യോ ഇല്ല എന്റെ കാല് പൊള്ളും എന്ന് പറയുന്നവര് ഒരു 100 പേരിലെ 99 പേര് നടന്നു കഴിയുമ്പോൾ അയ്യോ ഇനി ഞാൻ മാത്രം നടക്കാതിരിക്കണോ എന്നുള്ളതും. പിന്നെ ഞങ്ങൾ അവരെ അങ്ങനെ വിടാറില്ല, ഒന്നും കൂടെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അവർ നടക്കാറുണ്ട്. ഈ പറഞ്ഞ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് എല്ലാം വളരെ സേഫ് ആയിട്ടാണ് ഞങ്ങളത് ചെയ്യേണ്ട രീതിയിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പേടിക്കാനൊന്നും ഇല്ലതായിരുന്നു. മനസ്സിലായി. അപ്പോൾ ഒരു പേടി മാറുമ്പോൾ വേറെ പല പേടികളാണ് മാറുക. ഭയങ്കരമായിട്ട് പേടിക്കുന്ന ഒരു പേടി മാറിക്കഴിയുമ്പം ഈവൺ ഇന്റർവ്യൂ പേടിയില്ല, പിന്നെ ആൾക്കാരോട് വർത്തമാനം പറയാൻ പേടിയില്ല. അപ്പൊ പല പേടികളും ഒരു പേടി മാറുമ്പോൾ പല പല പേടികളും മാറും. അപ്പൊ അതായത് നമുക്ക് ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യം കിട്ടും. ഓക്കെ. പിന്നെ ഇപ്പം പലയിടത്തും കണ്ടുവരുന്നൊരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ചിലപ്പോൾ 9 മണി തൊട്ട് 5 മണി അല്ലെങ്കിൽ 4:30 മണി വരെ ആണ് പൊതുവെ എല്ലായിടത്തും കണ്ടുവരുന്ന സമയം. പക്ഷേ ഇവിടെ ഒരു 2 മണി 3 മണി ഇങ്ങനെ ഒരു ടൈംലെസ് ആയിട്ടുള്ള സമയം കൊടുക്കുകയും ഈ കുട്ടികളിൽ ഉറങ്ങാനുള്ള ടെൻഡൻസി കുറയ്ക്കുകയും ചെയ്യുന്നു. പക്ഷേ സ്റ്റഡീസ് പ്രകാരം നമ്മൾ ഒരാൾ 6 മണിക്കൂർ ഉറങ്ങണം എന്നാണ് സ്റ്റഡീസ് തെളിയിച്ചിരിക്കുന്നത്. അപ്പം ഈ 2 കാര്യങ്ങളും കൂടെ കമ്പാരിറ്റീവ്ലി ചെയ്ത് ഈ ഒരു പ്രശ്നം എന്തായാലും തൊമ്മൻ ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ. ഇതിലെങ്ങനെയാണ് തൊമ്മൻ കാണുന്ന സൊല്യൂഷൻ? 2 കാര്യമാണ്. ഒന്ന്, നമ്മളെ പല കാര്യങ്ങളും പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് 40 മിനിറ്റ് ഒരു കുട്ടിക്ക് കോൺസെൻട്രേഷൻ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ തലയ്ക്കകത്തൊന്നും കയറില്ല. ഈ ഒരു കാര്യം പഠിപ്പിച്ചു വെച്ചാൽ ഒരു കുട്ടിയെ സംബന്ധിച്ചിട്ട് ഓക്കെ 40 മിനിറ്റ് ആയി, എൻ്റെ കോൺസെൻട്രേഷൻ കഴിഞ്ഞു. പക്ഷെ ജോലിക്ക് ചെന്ന് കഴിയുമ്പം ഒരു എക്സൽ ഷീറ്റ് ചിലപ്പം 4-5 ദിവസമായിരിക്കും വർക്ക് ചെയ്യേണ്ടി വരും. 40 മിനിറ്റ് കഴിഞ്ഞ് എനിക്ക് അടുത്തത് പ്രൊജക്റ്റ് തായോന്ന് പറയാനില്ല. അപ്പം ആ ഒരു ധാരണ പൊട്ടിച്ച് കഴിയുമ്പം നമുക്ക് 3/4 മണിക്കൂറൊന്നും അല്ല ദിവസങ്ങളും നമുക്കിരുന്ന് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ് ആദ്യം. ഇതേപോലെ നമ്മൾ ധാരണ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ കേട്ടിട്ടുണ്ട് ചെറുപ്പത്തിൽ ഇത്രയും ഭക്ഷണം കഴിക്കണം വളരുന്ന പ്രായമാണ്. അതിൻ്റെ വളരെ കുറച്ച് ഭക്ഷണമേ നമുക്ക് ശരിക്കും ആവശ്യമുള്ളൂ. അപ്പോൾ എത്ര ഭക്ഷണം കഴിക്കണം എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്ത് ഫുഡ് കഴിക്കണമെന്നനുസരിച്ച്. ക്വാളിറ്റി ഫുഡാണ് കഴിക്കുന്നതെങ്കിൽ കുറച്ച് മതി, ജങ്കാണ് ഒരുപാട് വേണം എന്ന് പറഞ്ഞ പോലെ. എത്ര ഉറങ്ങണം എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എത്ര ഡീപ്പായിട്ട് ഉറങ്ങണം എന്നാണ്. നമ്മൾ ഒരുപാട് പേരും കിടക്കുന്നത് ടൈമാണ് നമ്മൾ നോക്കുന്നത്. പക്ഷെ തിരിഞ്ഞും മറിഞ്ഞും 1-2 മണിക്കൂർ എടുക്കും ഉറക്കം കിട്ടാൻ. ഇടയ്ക്കൊന്ന് ഉറക്കം പോയി കഴിഞ്ഞാൽ പിന്നെ ഉറക്കമില്ല. അപ്പോൾ ഇഫ് യു ആർ ഏബിൾ ടു ഹാവ് എ ഡീപ്പ് സ്ലീപ്പ്, അവിടെ സ്വപ്നവും ഇല്ല ഒന്നുമില്ലാത്തവരണമാണെങ്കിൽ നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി മതി ഉറക്കത്തിന്. നമ്മുടെ വലിയ വലിയ ആൾക്കാരെ പലരെയും നോക്കിയാൽ നമ്മൾ കാണാം ഉറക്കം വളരെ കുറവാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാം, ഉമ്മൻചാണ്ടി, മാതാ അമൃതാനന്ദമയി, ഇന്ദിരാഗാന്ധി, ഇങ്ങനെയുള്ള പലരും യാത്രയും ബാക്കി എല്ലാം ചെയ്തിട്ടും ദേ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം. എന്ന് വെച്ചാൽ ഞാൻ ഉറക്കം വല്ലാണ്ട് കുറയ്ക്കണം എന്നല്ല പറയണത്. ഉറക്കം നമുക്ക് പറ്റും. അതിപ്പം ഒറ്റ സ്ട്രെച്ചായിട്ടോ ഉച്ചയ്ക്കോ എപ്പോൾ വേണമെങ്കിലും. 2 മണിക്ക് കിടന്നാലും 3, 4, 5, 6, 7, 8 6 മണിക്കൂറായി. 8:30 ക്ലാസ് ഉള്ളൂ. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ചെയ്യാവുന്നുള്ളൂ. അതൊക്കെ മാനേജ് ചെയ്യാന്നുള്ളേ ഉള്ളൂ. കാരണം ഇന്നത്തെ കോർപ്പറേറ്റ് വേൾഡിൽ ചെല്ലുമ്പം എല്ലാ ദിവസവും ഒന്നും ആയിരിക്കില്ല. പക്ഷെ വർക്കുള്ള സമയത്ത് ചിലപ്പോൾ രാത്രി മുഴുവൻ നിൽക്കേണ്ടി വരും, ചിലപ്പോൾ ദിവസങ്ങൾ നിൽക്കേണ്ടി വരും. അപ്പൊ അതൊക്കെ മാനേജ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ ഫ്ലെക്സിബിലിറ്റി നമ്മളിൽ ഡെവലപ്പ് ചെയ്തേ പറ്റൂ. അതും ഒരു ഹാബിറ്റാണ്. നൈസ്. അപ്പോൾ ഈ പറയുന്ന കണക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഈ ഫാമിംഗ് കൾച്ചർ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളും കൂടെ ഇതിൻ്റെ കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടികൾ ഇതിൽ സഹകരിക്കുന്നുണ്ടോ നല്ല രീതിയിൽ? നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണല്ലേ. ട്രെയിനിങ് ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. ഔട്ട് ബോൺ ട്രെയിനിങ് ഒരെണ്ണമാണ്, പിന്നെ ക്യാൻറ്റീൻ ഒരെണ്ണമാണ്, അഡ്മിഷൻ ഒരെണ്ണമാണ്, പ്ലേസ്മെന്റ് ഒരെണ്ണമാണ്, ആർട്സ് ആൻഡ് സ്പോർട്സ് ഒരെണ്ണമാണ്, പിന്നെ കോമ്പറ്റീഷൻസ്, ഇവൻറ്റ്സ്, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു കുട്ടിക്ക് ഇഷ്ടമുള്ളതാണ് ആ കുട്ടി എടുക്കേണ്ടത്. ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം അഗ്രികൾച്ചറോ ഫാമിങ്ങോ പൗൾട്രിയോ ഫിഷിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്ടമുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരാണ് അതിലേക്ക് പോകുന്നത്. ഓക്കെ. അപ്പം നോട്ട് ദാറ്റ് എവറിബഡി ഹാസ് ടു ഡു എവറിത്തിങ്. ഫോഴ്സ് ഇഷ്ടപ്പെട്ട് ചെയ്യാം. അല്ലാത്തവരെന്താ ചെയ്യാന്ന് വെച്ചാൽ അവിടെ വരും. ഇപ്പം ക്യാൻറ്റീൻ നടത്തുന്ന ഒരു ടീമുണ്ട്, അവരാണ് മെനു തീരുമാനിക്കുന്നതും സാധനം. അത് ആ ടീമാണ് ക്യാൻറ്റീൻ നടത്തിക്കൊണ്ടുപോകേണ്ടത്. അതും സ്റ്റുഡൻസ് തന്നെയാണ്. പക്ഷെ എല്ലാവരും വിളമ്പാൻ കൂടണം. ഓരോ മെന്റ് ഗ്രൂപ്പ് അനുസരിച്ച് ഞങ്ങൾക്ക് 24 മെന്റ് ഗ്രൂപ്പാ 15 പേരുടെ വെച്ച്.
അപ്പൊ എല്ലാവരും ഓരോ ദിവസവും ചെയ്ത് വരണം, റൊട്ടീനായിട്ട് വേണം. അപ്പം ഫാമിൽ പോവുകയും അവിടുന്ന് എന്തെങ്കിലും പച്ചക്കറി പറിച്ചുകൊണ്ടിരിക്കുകയെന്നോ എന്തെങ്കിലും പണികളൊക്കെ എല്ലാവരും ചെയ്യണം. പക്ഷെ അതിനെ മാനേജ് ചെയ്യുന്നത് അതിനോട് താല്പര്യമുള്ള ആൾക്കാരാണ്. ഇപ്പം നമുക്ക് ആവശ്യമായ പച്ചക്കറികൾ മിക്കതും പശു ഉണ്ട്, അവിടുന്നാണ് പാല്. കോഴിയും നമ്മൾ ഡേ ഓൾഡ് വെങ്കടേശ്വര ആച്ചറീസ് നിന്ന് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പം എല്ലാ ആഴ്ചയിലും വളർന്നു വരും. അപ്പം ഇത് എത്ര എണ്ണം വേണം, ഈയിടെ ചോദിച്ച പോലെ നമുക്ക് എത്ര കുട്ടികളുണ്ട്, ഇനി എത്ര വരെ വരാം, അതിന് ഒരു ദിവസം എത്ര തേങ്ങയാണ് വേണ്ടത്, ആ തേങ്ങ കിട്ടണമെങ്കിൽ എത്ര തെങ്ങ് വേണം, ഇപ്പം നമുക്ക് എത്ര എണ്ണം ഉണ്ട്, അതിപ്പോൾ വെക്കാം. ഇപ്പൊ വെക്കാം എന്ന് പറയുന്നത് 5 വർഷം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇതിനെ ഫുൾ ഈൽഡ് കിട്ടാൻ പോകുന്നത്. അപ്പൊ ആ രീതിയിൽ പ്ലാൻ ചെയ്ത് ചെയ്യാൻ കുട്ടികൾ പഠിക്കുന്നത് ഇങ്ങനെയാണ്. മനസ്സിലായി. ക്യാൻറ്റീൻ ആണെങ്കിലും അവർക്ക് പെട്ടെന്ന് അയ്യോ ഒരു കറിക്ക് ഉപ്പ് കൂടിയില്ല, എരിവ് കൂടിയില്ല, പെട്ടെന്ന് കുറച്ച് പേര് വന്നു, ഇല്ലേ ഒരു കറി കഴിഞ്ഞു പോയി, എന്താ ചെയ്യേണ്ടത്, അത് ചെയ്യേണ്ടത് ചെയ്യാം. അപ്പൊ ആ ക്രൈസിസ് മാനേജ്മെന്റ് എല്ലാം ആ മാനേജ്മെന്റ് ഭാഗങ്ങളാണ് ഇതിൽ നിന്നൊക്കെ പഠിക്കുന്നത്. അതെ അതെ. അപ്പോൾ പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഹോസ്റ്റൽ കുട്ടികൾ കുറച്ച് പേര് കാണും, അതേപോലെ പുറത്തുനിന്ന് വരുന്നവരുണ്ട്. ഇല്ല, ഞങ്ങൾക്ക് കംപ്ലീറ്റ് റെസിഡൻഷ്യൽ ആണ്. നൈസ്. ഫുൾ റെസിഡൻഷ്യൽ, അതായത് വെളിയിൽ നിന്ന് ഒരാളില്ല, ഒരാൾ പോലും ഇല്ല. അതെന്താണ് അങ്ങനെ ഒരു മോട്ടീവായിട്ട്? ഇപ്പൊ ഇൻ കേസ് തൊട്ട വീട്ടിന്റെ നമ്മുടെ ഉണ്ട്, തൊട്ട വീട്ടിലുള്ളവരുണ്ട്, അവർ വൈകുന്നേരം വീട്ടിൽ പോയി ചായ കുടിച്ചൊക്കെ വരുന്നവരുണ്ട്. പക്ഷെ രാത്രി അവിടെ തന്നെ 2-3 കാര്യമാണ്. ഒന്ന്, നമുക്ക് കുറെ ആക്ടിവിറ്റീസ് രാത്രികളിലുണ്ടാവും. പിള്ളേരുടെ തന്നെ പല പല കൾച്ചറൽസ് ആവാം, അല്ലെങ്കിൽ അവരുടെ ഐഡിയാസ് ആവാം, അല്ലെങ്കിൽ പല ഡിസ്കഷൻസ് ആവും. ഇപ്പം ന്യൂസ് അനാലിസിസ് അത് ടീമിലാണ് ചെയ്യുക, അപ്പം എല്ലാവരും കൂടി ഇരുന്ന് ചെയ്യും. ഇങ്ങനെ പിന്നെ പലപ്പോഴും ഇൻഡസ്ട്രിയിൽ നിന്നൊക്കെ ആൾക്കാർ എപ്പോൾ വന്നോ അപ്പം, രാത്രിയെങ്കിൽ രാത്രി. ചില റിവിഷൻസ് ഒക്കെ വരിക, സാറ് ഉച്ചയ്ക്ക് ഞങ്ങൾക്കൊരു കാരാട്ടുണ്ട് പറയും, ഉച്ചയ്ക്ക് പോയി കിടന്നുറങ്ങിക്കോളം പറയും. വൈകുന്നേരം രാത്രി 9 തൊട്ട് 1:30 വരെ ക്ലാസ് എടുക്കുക. അപ്പം അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പം അതിന് നമ്മളിപ്പോൾ വീട്ടിൽ പോകുന്നു, പേരൻ്റെ അവിടെ കാത്തു നിൽക്കുന്നു, അത് നമുക്ക് പറ്റില്ല. പിന്നെ ഈ താമസിക്കുന്നത് കൊണ്ട് ഇവർ ഭയങ്കര ബോണ്ടാണ്, ഭയങ്കര ബോണ്ടിങ് ആണ് അവർ തമ്മിൽ. ഇപ്പം ഞാൻ ദുബായി പോകുമ്പം അവരുടെ ഇഫ്താറിന് 140 ചില്ലുവാനും കുടുംബങ്ങളാണ് അവിടെ ഉള്ളത്. അവരെല്ലാവരും വരും, എല്ലാവർക്കും വരാൻ പറ്റില്ല, എന്നാൽ പോലും ഏകദേശം എല്ലാവരും വരും. ഖത്തറിൽ ചെന്നാൽ 42 പേര്. അപ്പം ഇവരെല്ലാവരും ഭയങ്കര ബോണ്ടിങ്ങിലാണ്. എന്തെങ്കിലും ഒരു ആവശ്യം വേണം, ആർക്കെങ്കിലും ഒരു ജോലി പോയി താമസിക്കണം, എല്ലാ സപ്പോർട്ടും. ഇതിൽ കുറേ പേര് അവിടെ വരുന്നവർ അവർക്ക് അറിയത്തുപോലുമില്ല, പക്ഷെ അവർ ഭയങ്കര ബോണ്ടിങ്ങിലാണ്. അതും വലിയൊരു കാര്യം തന്നെയാണ്. അവർ എല്ലാവരും കൂടെ ഒന്നിച്ച് താമസിക്കുന്നത് കൊണ്ട് ഉണ്ടാവുന്ന ഒരു ഗുണം. ഓക്കെ. അതാണ് മെയിനായിട്ട് ഈ ഒന്നിച്ച് താമസിപ്പിക്കുന്ന കോൺസെപ്റ്റ്. അവര് സങ്കടവും സന്തോഷവും കാര്യങ്ങൾ ചെയ്യുന്നതും, അവര് പെട്ടെന്നൊരു ക്രൈസിസ് വരുന്നതും അതിങ്ങനെ മാനേജ് ചെയ്യുന്നതും എല്ലാവരും കൂടെ ഒന്നിച്ചാണ്. ഇപ്പൊ എനിക്ക് ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലായിരുന്നു, ആരോ ടാങ്ക് നിറച്ചിട്ട് അത് ഓവർഫ്ലോ ചെയ്ത് ഡോർമെട്രിക്കകത്ത് ഫുള്ള് വെള്ളമായി. അപ്പോഴേക്കും എൻ്റെ അടുത്ത് പറഞ്ഞ കുറച്ച് ക്ലാസ് കണ്ടിന്യൂ ചെയ്തോളൂ, രാത്രി 11 മണിക്കാണ്. അപ്പം ഞാനത് ഞാൻ കണ്ടിന്യൂ ചെയ്തു. അപ്പം ഞാൻ എന്ത് പറ്റി, ഉണ്ട് പറയാമെന്ന് പറഞ്ഞു. നോക്കിയപ്പോൾ അവരത് കംപ്ലീറ്റ് എല്ലാവരും കൂടെ ഇറങ്ങി അത് മുഴുവൻ വടിച്ച് വൃത്തിയാക്കി തുടച്ച് ഇവര് വരുമ്പോഴേക്കും ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പൊ ക്രൈസിസ് വന്നാലും എന്ത് വന്നാലും അവർ തന്നെ മാനേജ് ചെയ്യുക എന്നുള്ളൊരു ഭാഗത്താണ്. മനസ്സിലായി. അതേപോലെ ഇപ്പം നമുക്ക് ഒരു ടൈമിംഗ് ഉണ്ടല്ലോ, നമ്മുടെ ഇപ്പോഴത്തെ ഒരു സിസ്റ്റം ടൈമിംഗ്, അതായത് ഒഫീഷ്യലി പോകുമ്പോൾ തന്നെ അവർക്കൊരു ടൈമിംഗ് ഉണ്ട്. പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ കാറ്റഗറൈസ് ചെയ്യുന്നത് സമയം എന്ന് പറയുന്നത് നമ്മൾ ഒഫീഷ്യൽ ടൈമിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ്. അപ്പോൾ അതായത് മിലിറ്ററി റൂൾ, കാഷ്വൽ റൂൾ, ഫ്രണ്ട്ലി റൂൾ, ഇങ്ങനെ കുറച്ചതുണ്ടല്ലോ. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് മിലിറ്ററിയിൽ യൂസ് ചെയ്യാൻ പറ്റുമോ? യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ തിരിച്ചു വരുന്നു, ഇന്നത്തെ കോർപ്പറേറ്റ് നോക്കുകയാണെങ്കിൽ ഫ്ലെക്സി ടൈമിംഗ് എന്നുള്ളത് ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. ഇപ്പം IT ഇതിലൊക്കെ അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് വരാം, പഞ്ചിങ് ചെയ്യാം, അവർ വർക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞ് രാത്രിയോ പകൽ അവർക്ക് ഓരോരുത്തരുടെയും ഓരോ പ്രൊഡക്റ്റീവ് ടൈമാണ്. ആക്ച്വലി ഇങ്ങനെ പോകുമ്പോൾ അത് നമ്മുടെ ആ ഒരു സിസ്റ്റം വർക്കിംഗ് ആണോ, അവർക്ക് ഈ സാറ്റിസ്ഫൈഡ് ആണോ, അവരുടെ വർക്ക് കറക്റ്റ്ലി കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ള റിസൾട്ട് കിട്ടാറുണ്ട്. കമ്പനികൾക്ക് ഞങ്ങളുടെ കുട്ടികളെ കൊണ്ടുപോകണം. ഇപ്പോൾ രാത്രി നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ഉണ്ടെങ്കിൽ മിക്കവാറും ഞങ്ങളുടെ കുട്ടികളാണ്. അവർക്ക് വലിയ ഇഷ്ടമാണ്, കാരണം രാത്രി മുഴുവൻ പണിയെടുക്കും, സ്പെൻഡ് ചെയ്ത ടൈമാണത്. എന്നിട്ട് പകല് കുറെ നേരം കിടന്നുറങ്ങും, പിന്നെ അവർ ബാക്കി പകൽ മുഴുവൻ ഫ്രീ അല്ലേ. അപ്പൊ രാത്രി കുറെ സമയം കിട്ടിയിട്ട് എന്ത് ചെയ്യാനാണെന്നാണ്. അപ്പം അവര് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നൊരു ഭാഗം നൈറ്റ് ഡ്യൂട്ടിയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പല കമ്പനികളും രാത്രിയും പകലും ഒക്കെ മാറി മാറി നിൽക്കേണ്ടി വരും, പല സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്യേണ്ടി വരും. അപ്പോൾ ഒക്കെ എങ്ങനെ വേണമെങ്കിലും
ചെയ്യാൻ പറ്റും. എവിടെ നമുക്ക് യൂസ്ഫുൾ ആയി പോവാം എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള. ഇന്നത്തെ ലേറ്റസ്റ്റ് ഇത് വരുമ്പം ഇന്ന് ഇവിടെയാണ്, നാളെ അവിടെയാണ്, മറ്റന്നാൾ അവിടെയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഈ രീതിയിൽ തന്നെയാണ് ഹയർ ഓപ്ഷനിലേക്ക് പോകും. താഴത്തെ ജോലിയല്ല, മുകളിലേക്ക് ജോലി പോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മന്ത്രിമാർക്ക് ടൈം ഉണ്ടോ എന്ന് ചോദിച്ചാൽ, MLA-മാർക്ക് ടൈം ഉണ്ടോ എന്ന് ചോദിച്ചാൽ, അവരുടെ സെക്രട്ടറിമാർക്ക് ആ രീതിയിലാണ് ഇപ്പൊ പോകുന്നത്. അപ്പൊ എല്ലാവരും എല്ലാം ചെയ്യുക, എപ്പോഴും ചെയ്യുക, എങ്ങനെ വേണേ ചെയ്യേണ്ടി വരും. മനസ്സിലായി. പിന്നെ എനിക്ക് ചോദിക്കുന്നത്, നമ്മുടെ ഈ ഇവിടെ നിങ്ങൾ ഒരു പുതിയൊരു സിസ്റ്റമാണ് ക്രിയേറ്റ് ചെയ്തത്. അപ്പൊ ഈ സിസ്റ്റത്തിന് ഗവൺമെന്റ് സപ്പോർട്ട്, പ്രൈവറ്റ് സപ്പോർട്ട് ഇവരുടെ ഭാഗത്തു നിന്നൊക്കെ എങ്ങനെയാണ്? നിങ്ങൾ സ്ട്രഗിൾസ് അനുഭവിച്ചിട്ടുണ്ടോ? അതെല്ലാം സ്മൂത്ത് ആയിട്ട് തന്നെയാണോ പോകുന്നത്? ഇനി ഒരാൾ ഇങ്ങനെ ഒരു തീരുമാനിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഇതൊരു മോട്ടീവായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമോ? ഇനീഷ്യലി ഏറ്റവും പ്രശ്നം ഞങ്ങളുടെ ഉള്ളിലത്തെ കുട്ടികളെ തന്നെ ഇത് കൺവിൻസ് ചെയ്യാമെന്നായിരുന്നു. ഇങ്ങനെയൊന്നും അല്ലല്ലോ എല്ലാവരും എന്നായിരുന്നു കേട്ടിരുന്നത്. പക്ഷെ അവരിറങ്ങി അവർ പ്രൂവ് ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും ഇവരെ ആൾക്കാർ എടുത്തുകൊണ്ട് പോകുന്നു, ഇവർ നന്നായിട്ട് പെർഫോം ചെയ്യുന്നു. എൻ്റെ ഫസ്റ്റ് ബാച്ചുകളിൽ നിന്ന് ഇറങ്ങിയ കുട്ടികളൊക്കെ ഇപ്പോൾ നല്ല പൊസിഷനിലാണ്. അതെല്ലാം കണ്ടപ്പോഴേക്കും പിന്നെ നമുക്ക് പ്രശ്നമില്ല, നല്ല രീതിയിൽ വരാൻ തുടങ്ങി. യൂണിവേഴ്സിറ്റിയും ഒക്കെ തുടക്കത്തിലൊരു ഇതെന്താ ഇങ്ങനെയെന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അവരും ഭയങ്കര സപ്പോർട്ടാണ്. കാരണം പ്രൂഫ് ഓഫ് പുഡിങ് ഇസ് ഇൻ ഈറ്റിംഗ്. അപ്പം ഇത് നടക്കുന്നു, നല്ല രീതിയിൽ പോകുന്നു എന്നുള്ളത് അതുകൊണ്ടാണല്ലോ ഞങ്ങളുടെ ഇത്രയും സീറ്റുകൾ നിറയുന്നതും ഇത്രയും കുട്ടികൾ പഠിക്കുന്നതും എല്ലാം വരുന്നത്. 360 കുട്ടികളാണ് ഇപ്പോൾ ഒരു വർഷം ഇൻടേക്ക്. അപ്പം 150 പോലും കുട്ടികളില്ല ഒരു കോളേജിലും വേറെ. അപ്പൊ അത്രയും വന്നു കഴിഞ്ഞ് അത് അവർക്ക് മനസ്സിലാവുന്നു ഇത് ചെയ്താൽ ഗുണമുണ്ടെന്ന്. അതുകൊണ്ട് തന്നെയാണ് മനസ്സിലായി. പിന്നെ അതേപോലെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, നമ്മുടെ പല ഭിത്തികളിലും ഈ കുട്ടികൾ ഇരിക്കുന്ന സ്റ്റെപ്പുകളിൽ ഒരുപാട് മോട്ടിവേഷൻ കോട്ട്സ് കാണാറുണ്ട്. അത് പർപ്പസ്ഫുള്ളി ഇന്ന സ്ഥലത്ത് ഇന്നത് തന്നെ വേണമെന്ന് പറഞ്ഞ് മോട്ടീവ് കോട്ട് ഇട്ടതാണോ? അതിന്റെ പിറകിലുള്ള ഒരു ലക്ഷ്യം എന്താണ്? ഞങ്ങളവിടെ ഒരു പ്രോഗ്രാം നടക്കുകയായിരുന്നു, ഒരു വലിയൊരു മാനേജ്മെന്റ് ഫെസ്റ്റ് നടന്നപ്പോഴാണ് ഞാൻ പറഞ്ഞു ചുമര് ഭയങ്കര വൃത്തികേടാണ്. അப்புறம் എന്ത് വൃത്തികേട്, നല്ല വെള്ളയല്ലേ. ഞാൻ പറഞ്ഞില്ല പടവില്ല, ഭംഗിയില്ല, അതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? 2 ദിവസമല്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞു 1 ദിവസം മതി, നമുക്ക് പെയിന്റ് ചെയ്യാം. അപ്പോൾ പറഞ്ഞു എങ്ങനെ പെയിന്റ് ചെയ്യാം? പറഞ്ഞു അത് വളരെ എളുപ്പമല്ലേ, നിങ്ങളെല്ലാവരും ലാപ്ടോപ്പ് എടുത്തുകൊണ്ടോ, നല്ല കളർ ഭംഗിയുള്ളത് എടുക്കാൻ പറഞ്ഞു. എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ പറഞ്ഞു എല്ലാ LCD പ്രൊജക്ടറും ക്ലാസ്സിൽ നിന്ന് ഊരിക്കോളൂ, നേരെ ഭിത്തിയിലേക്ക് അടിച്ചോളൂ, ട്രേസ് ചെയ്ത് വെച്ചോളൂ, നാളെ അത് കളർ ചെയ്യാം. അവരതെല്ലാവരും കളർ ചെയ്തു. കുട്ടികൾ നിന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർ വരച്ചതാണ്. അതെല്ലാം നന്നായിട്ട് വന്നു. ഇൻഫാക്ട് അവരിൽ എല്ലാവരും ആദ്യമായിട്ടാണ് ഈ പെയിന്റിങ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കളക്ടർ പറഞ്ഞ് മലമ്പുഴയിലും ബാക്കി പല സ്ഥലങ്ങളിലും റെയിൽവേയിലും ഒക്കെ ഈ പിള്ളേരെ വിളിച്ചുകൊണ്ട് പോയി വരപ്പിക്കുന്നുണ്ട്, പഞ്ചായത്തും ഒക്കെ. അപ്പൊ ഇവരിപ്പോ എക്സ്പേർട്ടാണ്. പക്ഷെ അവർക്ക് അതുവരെ അത് ചെയ്യുന്നതിന്റെ തലേ ദിവസം വരെ അവർക്കിത് അറിയില്ല. ഇപ്പം കഴിഞ്ഞ ക്രിസ്മസിനാണെങ്കിലും ഒരു ദിവസം വൈകുന്നേരം 4 മണിക്ക് തുടങ്ങി, പിറ്റേ ദിവസം ഉച്ചയായപ്പോഴേക്കും 980 കേക്ക്സ് ആണ് അവരുണ്ടാക്കിയത്. 980 കേക്കാണ് അവരുണ്ടാക്കിയത്. അതിലാരും അതിന് മുമ്പ് ഉണ്ടാക്കിയിട്ടില്ല. എൻ്റെ ചേച്ചി ഒന്ന് പറഞ്ഞു കൊടുത്തു, അതേപോലെ ചെയ്തപ്പോൾ കിട്ടി. ഇപ്പൊ പിറ്റേ ദിവസത്തേക്ക് അവർ പറഞ്ഞു തൊമ്മ നമുക്കിനി കേക്ക് ബിസിനസ് തുടങ്ങിയാലോ. പിന്നെ വേറൊരു ഫംഗ്ഷൻ നടന്നപ്പം അവർ 1000 ചില്ലുവാനും മഫിൻസാണ് ഉണ്ടാക്കിയത്. പിന്നെ ഇതെവിടെ നിന്ന് പഠിച്ചു? ഇത് ഞങ്ങൾ യൂട്യൂബിൽ നോക്കി പഠിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇന്റേൺഷിപ്പാണ്. കുറച്ച് കുട്ടികൾക്ക് അത് വളരെ ഇഷ്ടമായിട്ട് അവർ കുറേ ബേക്കറികളിൽ നിന്ന് പഠിക്കുകയാണ് എങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളത്. അത് കഴിഞ്ഞാൽ അവിടെ ഓവനും ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ട്. എന്നാൽ ഞങ്ങൾ ഇവിടുന്ന് ബിസിനസ് ചെയ്ത് തുടങ്ങിക്കോട്ടെ. അത് നല്ലതാവണേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രൊഫഷൻ അതാണല്ലോ എന്നുള്ളത്. അപ്പം ഇതെല്ലാം തന്നെ ചെയ്യുന്നതിന് മുമ്പ് ഒന്നും അറിയില്ലായിരുന്നു, ചെയ്ത് കഴിയുമ്പോൾ ഇത് ഞങ്ങൾ എക്സ്പേർട്ട് ആയി എന്നുള്ളൊരു ഭാഗ്യം മനസ്സിലായി. ആ ഭാഗമാണ്. അപ്പം തുമ്മനൊരു കാര്യം കുട്ടികളുടെ അടുത്ത് പറയുമ്പോൾ പ്രിപ്പയർ ചെയ്യാറുണ്ട്? ഇല്ല, ടു ബി ഫ്രാങ്ക്, മനസ്സിൽ നിന്ന് തോന്നുന്ന ഡയറക്റ്റ് ആണോ പറയുന്നത്? ആണ്. അപ്പം ഈ കുറച്ച് എന്നാലും നമ്മളിപ്പം റാൻഡമായിട്ട് വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിലും പല സിസ്റ്റംസ് നമ്മൾ ബേസിക്കലി പാലിക്കേണ്ട കുറേ സിസ്റ്റംസ് അവിടെ ഉണ്ടല്ലോ. ഈ സിസ്റ്റംസിൽ എന്തെങ്കിലും ഇപ്പം 10 എണ്ണം ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5 എണ്ണം ആയിരിക്കും വർക്കൗട്ട് ആവുന്നത്, ബാക്കി 5 എണ്ണം ഫെയിൽസ് ആവും. അങ്ങനെ ഫെയിൽസ് ആവാറുണ്ടോ? ഇപ്പം ഞാൻ പറയാം, ആരോ പറഞ്ഞ പോലെ നമുക്കൊരു വിത്തിനെ മുളപ്പിക്കാൻ പറ്റില്ല. വിത്ത് മുളയ്ക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും സൃഷ്ടിക്കാനേ പറ്റുള്ളൂ. അത് ഏത് മുളയ്ക്കണം, എങ്ങനെ മുളയ്ക്കണം എന്നൊക്കെ അതാ തീരുമാനിക്കണം. നമ്മൾ അതിന് ഇങ്ങനെ ചുരുട്ടി വലിച്ചു കെട്ടിക്കഴിഞ്ഞാൽ അതൊരു ബോൺസായി ആയിപ്പോവും. വളരേണ്ട മരമല്ല, അതൊരു ചുരുണ്ടൊരു സാധനം. അപ്പൊ നമ്മുടെ കുട്ടികളും ചെയ്യടാ, തെറ്റിയാലോ, തെറ്റിക്കോട്ടെ, അതിനിപ്പോ എന്താ പ്രശ്നം? ഇപ്പൊ പെയിന്റ് ചെയ്തു, കേട് വന്നു, എന്ത് പറ്റി? മാക്സിമം ഒന്ന് വൈറ്റ് വാഷ് ചെയ്യണം, എന്നിട്ട് 2ാമത് വരച്ചു. നമുക്ക് അതിലൊരു ചെയ്തിട്ട് നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടിയില്ലെന്നല്ലോ എന്നൊരു വിഷമം തോന്നാറുണ്ടോ? ഞങ്ങൾ അവിടെ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഞങ്ങൾ ബി പ്രോസസ് ഓറിയന്റഡ് ആൻഡ് നോട്ട് റിസൾട്ട് ഓറിയന്റഡ്. നിങ്ങൾ ചെയ്യേ,
കിട്ടിയോ കിട്ടിയില്ലോ എന്നുള്ളത് നമ്മുടെ കാര്യമേ അല്ല. പക്ഷെ മിക്കവാറും കിട്ടാറുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നൊരു വാക്കുണ്ട്, ഇഫ് യു പുട്ട് എഫേർട്ട് യു ഗെറ്റ് റിസൾട്ട്സ്. ഇഫ് യു പുട്ട് എഫേർട്ട് യു ഗെറ്റ് റിസൾട്ട്സ്. അപ്പം കുട്ടികളെ കൊണ്ട് എഫേർട്ട് ഇടിപ്പിക്കുക എന്നുള്ളത് മാത്രമേ നമ്മൾ ചെയ്യേണ്ടുള്ളൂ. റിസൾട്ടൊക്കെ വന്നോളൂ ഓട്ടോമാറ്റിക്കലി. ഇപ്പം ചിലപ്പോൾ ടെലികോളിങ്ങിന് ഇരിക്കാറുണ്ട്, ആദ്യത്തെ 4 കോളൊന്നും കിട്ടില്ലായിരിക്കും, പക്ഷെ 5ാമത്തെ കോളാകുമ്പോഴേക്കും നമ്മൾ പോളിഷ്ഡ് ആവും. അവരിങ്ങനെ ഓരോന്നും പഠിച്ചു വരും. ഓക്കെ. അപ്പം ഇതൊക്കെയാണ് മെയിനായിട്ട് കൂടുതൽ എനിക്ക് ചോദിക്കാനുണ്ടായിരുന്ന കുറേ കാര്യങ്ങൾ. പിന്നെ നമുക്ക് തൊമ്മൻ്റെ കോളേജിൽ വരാനായിട്ട് നമ്മൾ എന്താണ് ഫസ്റ്റ് ചെയ്യേണ്ട കടമ്പ? അവിടെ വരെ വരണം, വന്ന് കാണുക, അങ്ങ് വരിക. അങ്ങനെയല്ല, നമുക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഒരാൾക്ക് വന്ന് തൊമ്മൻ്റെ കൂടെ ചെയ്യാൻ. MBA ജോയിൻ ചെയ്യാനാണോ കോളേജ് കാണാൻ ഒരു പ്രശ്നമില്ല, ആർക്കും വരാം. അവിടെ ഞങ്ങളുടെ അതില് വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഫോൺ നമ്പറോ തരാം, ഒന്ന് വിളിക്കുക, അല്ലെങ്കിൽ വാട്സാപ്പിലോ മെസ്സേജ് ഇടുക, വരിക, കോളേജ് മുഴുവൻ കാണാം. അവിടെ താമസിക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് നേരത്തെ പറയാം, കാരണം റൂംസ് നമ്മളവിടെ ചെയ്യാനുണ്ട്. താമസിക്കാനുള്ള സൗകര്യം വരെ പറയുന്നത്. നമ്മുടെ കോളേജിൽ നിന്ന് 2 കിലോമീറ്റർ മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിസോർട്ട് ഫോറസ്റ്റ് ആണ്, ട്രെക്കിംഗ് റൂട്ട് ആണ്, വാട്ടർഫോൾസ് ഉണ്ട്, PT7 ആനയൊക്കെ അവിടെ കെട്ടിയിട്ടുണ്ട്, നമുക്ക് കാണാൻ പറ്റും. അതിന്റെ ഇടയിൽ 1 കിലോമീറ്ററിലാണ് നമ്മുടെ ഫാം ഉള്ളത്. ഇഷ്ടംപോലെ മൃഗങ്ങളും നല്ല രസമായ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികളും എല്ലാം അവിടുന്ന് തന്നെയാണ് വരുന്നത്. അതെല്ലാം ഉണ്ട്. അല്ല, ജോയിൻ ചെയ്യാനാണെങ്കിൽ ഇതേപോലെ അഡ്മിഷൻ നമ്പർ ഉണ്ട്, അതിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവർ ഗൈഡ് ചെയ്യും. ഓക്കെ. ഇപ്പം ഏകദേശം 13 വർഷം 13 വർഷം ഇപ്പൊ കഴിഞ്ഞു. ഈ 13 വർഷത്തില് നമ്മള് കുട്ടികളുടെ കൂടെയായിരുന്നു. അപ്പൊ നമ്മുടെ മനസ്സ് വളരുകയാണ് ചെയ്തത്, ചെറുതാവുകയാണ് ചെയ്തത്? 2 രീതിയിൽ. എൻ്റെ മനസ്സ് ചെറുതായി, ഓക്കെ, കാരണം ഒരു കുട്ടിയായിട്ടിരിക്കാം. 2ാമത്തെ കാര്യം എന്ന് പറയുന്നത് വളരുകയാണ്. കാരണം എൻ്റെ അടുത്ത് എല്ലാവരും പറയും തൊമ്മന് ഭയങ്കര ബുദ്ധിയാണ്. എനിക്കല്ല ബുദ്ധി മുഴുവൻ പിള്ളേരുടെയാണ്, ക്രിയേറ്റിവിറ്റി മുഴുവൻ പിള്ളേരുടെയാണ്. അവരുടെ കൂടെ നിൽക്കുമ്പോൾ നമ്മളും അറിയാതെ ക്രിയേറ്റീവ് ആവും. അവർ യങ് ആവുമ്പോൾ നമ്മളും അറിയാതെ യങ് ആവും. മനസ്സിലായി. എൻ്റെ പിള്ളേർ ചിലപ്പോൾ കളിക്കും, തൊമ്മ കിളവനായി 52 വയസ്സായി, നിർത്ത് എന്ന് പറയാറുണ്ട്. ഞാൻ പറയണത് നിനക്കും എനിക്ക് ഒരേ പ്രായമാണെന്നുള്ള മട്ടിലാണ് നിൽക്കാറുള്ളത്. അത് ഭയങ്കര ലൈവാണ് നമ്മൾ അവരോട് നിൽക്കുമ്പോൾ. ഓക്കെ. അപ്പം കുട്ടികളുടെ ഇഷ്ടമാണ് കൂടുതലും അവിടെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്, അതാണ് കൂടുതലും വർക്കൗട്ട് ആയിട്ടുള്ളത്. അപ്പൊ ഈ കുട്ടികൾ ഇപ്പം ഇത് വന്ന് പറയുന്ന രീതികൾ, അപ്പം അവർക്ക് കൃത്യമായിട്ടൊരു കാൽക്കുലേഷൻ വച്ചിട്ടാണോ തൊമ്മൻ്റെ അടുത്ത് വന്ന് കാര്യം? ആണ്. എനിക്കത് ഐ എം വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. കുട്ടികൾ എന്ത് ചോദിക്കണം, എങ്ങനെ ചോദിക്കണം എന്ന് അവർ ആലോചിച്ചിട്ടാണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ, ചെറിയൊരു കേസ്, ഞങ്ങൾക്ക് എന്നും വൈകുന്നേരം 6:30 തൊട്ട് 8:00 വരെ ക്ലാസ് ഉണ്ട്. 7:30 ക്രിക്കറ്റ് കളി കാണണം, ഫുട്ബോളോ ക്രിക്കറ്റോ എന്തെങ്കിലും ഉണ്ട്. അപ്പം ക്ലാസ് മാറ്റണം എന്നല്ല അവർ ചോദിക്കുക, തൊമ്മ ഈ 6:30 തൊട്ട് 8:00 വരെ ഉള്ളത് 5:30 തൊട്ട് 7:00 വരെ ആക്കാവോ? എങ്കിൽ ഇന്നത്തെ കളിയും ഞങ്ങൾക്ക് കാണാം, തൊമ്മ ക്ലാസ് നടക്കും. അപ്പൊ അങ്ങനെ എന്ത് ചോദിക്കണം, എങ്ങനെ ചോദിക്കണം എന്നുള്ളത് അവർക്ക് തന്നെ അറിയാം. അപ്പൊ ഇതിവിടെ പഠിച്ചു കഴിഞ്ഞാൽ കമ്പനി ചെല്ലുമ്പോഴും നോകൾ കേൾക്കാനുള്ള സാധ്യത കുറവാണ്. ഇപ്പൊ എന്നോട് ഇത് പറഞ്ഞാൽ ഞാൻ നോ പറയില്ല, ഞാൻ ചെറിയ ടീച്ചർമാരൊക്കെ സമ്മതിച്ചു, നമ്മൾ സമ്മതിച്ചാൽ മതി. അപ്പൊ ഇവര് ടീച്ചർമാരോടും പോയി സംസാരിച്ചിട്ടുണ്ടാവും. എല്ലാ കാര്യങ്ങളും അവർ തന്നെ മാനേജ് ആദ്യമേ ടീച്ചേഴ്സിന്റെ അടുത്തൊക്കെ പറഞ്ഞ് അവരുടെയും സമ്മതം വാങ്ങിച്ച് അവർക്ക് വിഷമം ഉണ്ടാവാത്ത രീതിയിലാണ് വന്ന് പിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ വിളിച്ച് പറഞ്ഞ ക്ലാസ് എടുക്കണം എന്ന് പറയുമ്പോൾ അവർക്ക് എന്നുള്ളത്. ഇത് കുട്ടികൾ തന്നെ ടീച്ചറെ ഒന്ന് ഞങ്ങൾക്ക് 7:00 കളി കാണാൻ ടീച്ചർ ഒന്ന് 5:30 തൊട്ട് 7:00 വരെ എടുക്കാവോ? എടുത്തോളാം. അങ്ങനെ ചോദിച്ചാൽ ആരും നോ പറയില്ല. അപ്പൊ പിള്ളേരും അത് നോ കേൾക്കാത്ത രീതിയിലുള്ള ചോദ്യങ്ങളാണ് അവരും ചോദിക്കുക. ശരി. അപ്പൊ പിന്നെ എനിക്ക് ചോദിക്കണം, ഈ പാർട്ടി ബേസ് നിങ്ങളുടെ കോളേജിൽ വരണം എന്ന് താല്പര്യപ്പെട്ട് വരുന്നവരടുത്ത് എന്താണ് അവരടുത്ത് കൂടുതൽ കൊടുക്കാനുള്ളത്? ഞങ്ങൾക്ക് പാർട്ടിക്കാര് വലിയ ആൾക്കാരുണ്ട്. പാർട്ടിയുടെ പേര് ഞാൻ പറഞ്ഞില്ല, അതിന്റെയൊക്കെ മൂത്ത ആൾക്കാരുണ്ട്. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഓരോരുത്തർക്കും ഓരോ പാർട്ടി, ഓരോ റിലീജിയൻ, ഓരോ പാർട്ടി, ഓരോ കോളേജില് യാതൊരു രീതിയിലുള്ള ഇൻഫ്ലുവൻസും ഇല്ല. ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ചിലപ്പോൾ കൂവായിരിക്കും. ഇപ്പം കളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല ടീമുകളും പല ആൾക്കാരെയും സപ്പോർട്ട് ചെയ്യും. ആ കളി തോറ്റു കഴിയുമ്പം ഒന്ന് കുറെ പേര് കൂവും, കുറെ പേര് ചിരിക്കും, കുറെ പേര് കളിയാക്കും. അത്ര തന്നെ മറ്റേ കേസിലുള്ളൂ. അത് നമ്മുടെ കോളേജിലെ കുട്ടികളിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ മീൻസ് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ പല കാര്യങ്ങളും അപ്രൂവൽ ആക്കി വിടാറുണ്ട്. അപ്പം പിന്നെ അങ്ങനെ ഒരു പാർട്ടിയോ അല്ലെങ്കിൽ സംഘടനയുടെ ആവശ്യം അവിടെ വരുന്നില്ല കുട്ടികളെ എനിക്ക് തോന്നുന്നത്. ഇത് എങ്ങനെ മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് എങ്ങനെ നമുക്ക് മറ്റ് കോളേജുകൾ, കാരണം ചില കോളേജുകളിലൊക്കെ ഈ മേളിലുള്ള ഈ കോളേജിന്റെ അകത്തുള്ള ഡിസ്കഷൻ അല്ല, പുറത്ത് പല രീതികളിലും വന്ന് ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് അതിനെ തെറ്റായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുന്നവരുണ്ട്. പക്ഷെ അതിലൊന്നും നമുക്ക് ചേഞ്ച് ചെയ്ത് എങ്ങനെ നമുക്ക് എന്താ ഒരു പ്രശ്നം എന്ന് വെച്ചാല്, സോറി എല്ലാരെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ കുറെ പേര് എൻ്റെ
ടീച്ചിങ് ഫ്രട്ടേണിറ്റിക്ക് കുട്ടികളെ പേടിയാണ്. ഓക്കെ. ഇവരിത് എന്തുകൊണ്ട് അവസാനിപ്പിക്കുക, എന്തപ്പം കഴിയുന്നത് നോ പറയാനാണ് എഡ്യൂക്കേഷണൽ ഫ്രട്ടേണിറ്റി പറയാൻ. അത് ചെയ്തിട്ടില്ല, നോ 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 നോ. ഞാൻ കഴിയുന്നതും എസ് പറയാനാണ് ശ്രമിക്കുക. അപ്പൊ അവർക്ക് എന്തെങ്കിലും പറഞ്ഞ് നോ കേട്ടാലേ ഒരു ഒബ്ജക്ഷൻ ഉള്ളൂ. അത് എസ് ആണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. അപ്പം അവര് ചോദിക്കുന്നതും പറ്റുന്ന കാര്യങ്ങളാണ്, ചോദിക്കുന്ന രീതിയും പ്ലസന്റ് ആയിട്ടാണ്. പലപ്പോഴും കുട്ടികൾ ചോദിക്കുന്ന രീതി കേട്ടാൽ മാനേജ്മെന്റ് നോ അല്ലാതെ വേറെ ഒന്നും പറയാൻ തോന്നാത്ത രീതിയിലും ചോദിക്കാറുണ്ട് പലരും. അപ്പൊ അതൊരു ഭയങ്കര ഫ്രിക്ഷൻ ആയിട്ടുള്ള ഒരു കാര്യത്തിലാണ്. ഇത് ഒന്നിച്ചൊരു ചില കേസിൽ പറ്റില്ലടാ, ഇങ്ങനെയാടാ പറ്റത്, ഇങ്ങനെയല്ലടാ, ശരി നമ്മ മനസ്സിലാവുന്നുണ്ട് എന്നുള്ള രീതി. അപ്പം ഈ പറയുന്ന കണക്ക് ഈ ഒരു സമൂഹം ഒരു നോളജും കൂടെ പഠിപ്പിച്ചിട്ടുണ്ട്, നമ്മൾ നോ പറയാൻ പഠിക്കണം. അപ്പം നോ പറയാൻ പഠിക്കണം, എസ് പറയാൻ പഠിക്കണം എന്നുള്ളതിന്റെ അതിൽ ഏതാണ് ഏറ്റവും ബെറ്റർ? എന്ത് പറയുന്നതാണ് ഏറ്റവും കൂടുതൽ ബെറ്റർ? ഞാൻ എപ്പോഴും പറയുക, നോ വെച്ച് തുടങ്ങരുത്. ഓക്കെ. നോ വെച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഒബ്ജക്ഷൻ ആവും. എന്നോട് എന്തെങ്കിലും ഒന്ന് ചോദിച്ച്, നാളെ നമുക്ക് ഒരു സ്ഥലം വരെ ഒന്ന് പോകാമായിരുന്നു, നോ എന്ന് പറഞ്ഞാൽ ഉടനെ മനസ്സിൽ എന്താ തോന്നുന്നത് അറിയോ? ആന്ധ്ര പട്ടി നിനക്ക് എൻ്റെ കൂടെ രാവിലെ വന്നാല് എന്ന് ചോദിച്ച് അതേ ചോദ്യം കൂടെ ചോദിച്ചു, നാളെ നമുക്ക് ഒരു സ്ഥലം വരെ പോകാമോ? തീർച്ചയായിട്ടും. എനിക്ക് വളരെ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഇന്ന് 8:30 ഒരു ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. നാളെ എനിക്ക് 2 പ്രോഗ്രാം, ഞാൻ പാലക്കാട് എത്തണം. അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോൾ നമുക്ക് പോകാം. ഇത് വളരെ നമ്മൾ മാനേജ് ചെയ്യുന്ന രീതി മാത്രമേ ഉള്ളൂ. അപ്പം നമ്മള് അദ്ദേഹത്തിന് ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ നോ പറയുന്നതിന് ഒരു കുഴപ്പമില്ല. പക്ഷെ പലപ്പോഴും നോ പറയുമ്പം അവിടെ ഞാൻ ചോദിച്ചത് നിങ്ങൾ സമ്മതിച്ചില്ല, ഇനി നിങ്ങൾ എന്നോട് ചോദിക്കുക, അപ്പൊ ഞാൻ കാണിച്ചു തരാം എന്നുള്ളൊരു മട്ടിലാണ് ഒരു ഈഗോ ക്ലാഷ്. അതാണ് കറക്റ്റ് വേർഡ്. ഈഗോ ക്ലാഷ് ചെയ്യാതെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ഇപ്പം ഒരു നിലത്തെയോ മിഞ്ഞാനത്തെയോ കേസ്, ഒരു കുട്ടി പറഞ്ഞു, തോമാ ഞാനേ ജോലിക്ക് അപ്ലൈ ചെയ്തു, പക്ഷെ ഞാൻ ഇന്റർവ്യൂവിന് പോകാൻ പറ്റിയില്ല, എനിക്ക് എന്തോ കാര്യം കൊണ്ട് എനിക്ക് ഇന്റർവ്യൂവിന് പോകാൻ പറ്റിയില്ല, പക്ഷെ അത് ഞാൻ ഇൻഫോം ചെയ്തില്ല. ഇൻഫോം ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പോളിസി സൈസ് അടുത്ത 5-7 ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ അയ്യോ മോളെ, അത് അങ്ങനെയല്ലേ നമ്മുടെ പോളിസി, ഇപ്പം ഞാൻ ഒരാൾക്ക് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കും അത് ചെയ്യേണ്ടി വരില്ലേ, എക്സ്ട്രീംലി സോറിടാ, നമുക്ക് എത്രയും പെട്ടെന്ന് 7 ഇന്റർവ്യൂ കഴിയുക, അത് കഴിയുമ്പോഴേക്കും നമുക്ക് നോക്കാം, അതുവരെ നിങ്ങൾ വേറെ ലിങ്ക്ഡിനിലും ബാക്കിയെല്ലാം നിങ്ങളും അപ്ലൈ ചെയ്യുക. നമുക്ക് യു വിൽ ഗെറ്റ് പ്ലേസ്, യു ഷുഡ് ഗെറ്റ് പ്ലേസ്, അത് നമ്മുടെ രണ്ടുപേരുടെ ആവശ്യമാണ്. പക്ഷെ നമ്മുടെ പോളിസി ഇങ്ങനെ ആയത് കാരണം നമ്മളത് മാറ്റി കളിക്കാൻ പറ്റില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് ശരി തൊമ്മ എന്നുള്ളൊരു മട്ടിലേക്ക്. മനസ്സിലായി. ഗുഡ്. അപ്പം തൊമ്മന്റെ ഫാമിലി എന്താണ്? തൊമ്മന്റെ ഫാമിലിനെ കുറിച്ച് ഞാൻ എവിടെയും പറയുന്നത് കേട്ടിട്ടില്ല, ഞാൻ ചോദിക്കുന്നത് കേട്ടിട്ടില്ല. എന്താ? ഞാൻ ഒറ്റയാനാണ്. എന്റെ അമ്മയുണ്ട്, 83 വയസ്സായി. ഞാനും അമ്മയാണ്. തൊട്ടപ്പുറത്ത് ചേച്ചിയുണ്ട്, ഇപ്പുറത്ത് ചേട്ടനുണ്ട്. തൊമ്മിനും മക്കളും 100 പിള്ളേരും തൊമ്മിനുമായിട്ട് അങ്ങനെ പോകുന്നു. തൊമ്മനും മക്കളും എന്നുള്ള കോൺസെപ്റ്റ് ആണ് പോകുന്നത്. ഓക്കെ. അപ്പം ഇനി ഒരു കല്യാണം അങ്ങനെ ഒരു തോട്ട്സേ ഇല്ല. കോളേജും ഓക്കെ. നമ്മള് ഇപ്പൊ ഒരു ഭൂരിഭാഗം കോളേജുകളിലും ഒരു റാഗിങ് എന്ന് പറയുന്ന ഒരു സംഭവം, നോ റാഗിങ് എന്ന് പല സ്ഥലങ്ങളിൽ ബോർഡ് കാണാറുണ്ട്. പക്ഷേ ഇവിടെ നോ റാഗിങ് ഉണ്ട്. പക്ഷെ ആ നോ റാഗിങ് എന്നുള്ള ബോർഡിന് വാല്യൂ ഉണ്ടോ അവിടെ? എൻ്റെ അടുത്ത് പലപ്പോഴും പേരൻസ് ചോദിക്കാറുണ്ട്, റാഗിങ് ഉണ്ടോ? റാഗിങ് ഉണ്ട്. ഒരു ദിവസം വൈകുന്നേരം തുടങ്ങും, രാത്രി വരെ റാഗിങ് ഉണ്ട്. അതിന് പേര് കൊടുക്കുക ഫ്രഷേഴ്സ് ഡേ എന്നാണ്. ഫ്രഷേഴ്സ് ഡേ എന്നാണ് പറയുന്നത്. പക്ഷെ ഇതൊരു തരം മേ ബി റാഗിങ് അല്ലേ ആണ്. വരുന്ന ആൾക്കാർ ചിലപ്പോൾ വല്ല മുഖത്ത് വല്ലതും വരയ്ക്കും, ഇതാക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ സ്റ്റേജിൽ കയറും, പാട്ട് പാടും, ഡാൻസ്, ഇങ്ങനെ പല കളികളും ചിരികളും തമാശകളും ഒക്കെ ഉണ്ടാവും. അവർക്ക് വളരെ മോശമായിട്ട് ചിലപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ആ പരിപാടി രാത്രി കഴിയുന്നതോടുകൂടി ഒരു DJ ഉണ്ട്. അതിലെല്ലാരും കൂടെ ഒന്നിച്ച് അങ്ങോട്ട് ആയിക്കഴിഞ്ഞാൽ പിന്നെ ചേട്ടാ ചേച്ചി പോലും ഇല്ല വിളി, എല്ലാരും പിന്നെ ഒന്നാണ്. അങ്ങനെ ഒരു പ്രശ്നം അവിടെ അങ്ങനെ ഒരു അടി എന്നുള്ള ഒരു കോൺസെപ്റ്റേ ഇല്ല. അങ്ങനെ ചിന്തിച്ചിട്ടില്ലായിരുന്നു. അതിന് അങ്ങനെ എന്തെങ്കിലും വന്നാൽ തന്നെ ബാക്കി എല്ലാരും കൂടെ എന്താണ് ഇങ്ങനെ കാണിക്കുക. ചിലവര് നമുക്ക് പറയാൻ പറ്റത്തില്ല. 100-200 പേരുള്ളപ്പോ ചിലവര് ഭയങ്കര ഇമ്പൾസീവ് ആയിട്ടുള്ളവരുണ്ടാവും, ഉന്താനും തള്ളാനൊക്കെ. അപ്പൊ ബാക്കി എല്ലാവരും കുറിച്ചിട്ട് അങ്ങനെ അല്ലടാ ഒന്ന് നിർത്ത് എന്ന് പറയും. അങ്ങനെ ഒരു പ്രശ്നം ഇതുവരെയായിട്ടും
വന്നിട്ടില്ല എന്നുള്ളതാണ്. മനസ്സിലായി. എന്തെങ്കിലും ഒരു ഉന്തോ എന്നുള്ള എന്താ എന്ന് പറഞ്ഞൊന്ന് മാറിക്കഴിഞ്ഞാൽ കഴിയുന്ന കാര്യമുള്ളൂ. പിന്നെ രണ്ട് കൂട്ടരെയും വിളിച്ച് എന്താണ് അതല്ലാതെ പെട്ടെന്ന് അങ്ങ് പറ്റിപ്പോയി സോറി എന്ന് പറഞ്ഞ് തീർത്ത് വിടണം. റാഗിങ്ങിന് ഒരു ഗുണമുണ്ട്, ഒരുപാട് മെന്റൽ മോട്ടിവേഷനും ഒന്ന് മെന്റൽ സ്ട്രെങ്തും കൂട്ടാൻ സാധിക്കത്തില്ലേ? ആണ്. കാരണം നമ്മൾ ഇതിൽ ഓരോരുത്തരെയും സ്റ്റേജിൽ വിളിച്ച് കയറ്റി എന്തെങ്കിലും ഒന്ന് ചെയ്യിപ്പിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ വാഴയെ കല്യാണം കഴിക്കുക, ചിലപ്പോൾ ഇവർക്കുള്ളവർക്ക് തമാശയായിരിക്കും. പിന്നെ ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹോട്ട് സീറ്റ് എന്ന് പറയുന്നത് അവർക്ക് ഭയങ്കര സ്ട്രെസ് ഉള്ള കുറെ ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ അതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാന്നുള്ളത് സ്ട്രെസ് മാനേജ്മെന്റ് ഭാഗം തന്നെയാണ്. ഓക്കെ. കൂടുതലും അവിടെ നമ്മൾ പുറത്തുനിന്ന് ഒരാൾ കാണുമ്പോൾ കൂടുതൽ എന്റർടൈൻമെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ കൂടുതലും കാണുന്നത്, നമ്മൾ വിഷ്വലി കാണുന്നത്. അതാണ് കുട്ടികൾക്ക് അത് ഒരു മോട്ടീവോ അതാണ് എനിക്ക് ഈ കോളേജിൽ പക്ഷെ പഠന സമയത്ത് കുട്ടികൾ എടുക്കുന്ന എഫേർട്ട് അത് നമ്മളാണോ നമ്മുടെ അവിടെ ടീച്ചേഴ്സാണോ എടുത്തു കൊടുക്കുന്നത്, അത് അവർ സ്വയം എടുക്കാനുള്ള ഒരു കാപ്പബിലിറ്റി അവർ ഉണ്ടാക്കുന്നുണ്ടോ? നമ്മള് കുട്ടികളെ കൊണ്ട് തന്നെ മാക്സിമം പഠിക്കുന്ന കാര്യവും കുട്ടികൾ തന്നെ ചെയ്യേണ്ടത്. പക്ഷെ ടീച്ചേഴ്സ് എല്ലാവരും അവിടെ തന്നെ ഉണ്ട്. അപ്പം രാത്രിയും പകലും ഒക്കെ എപ്പോൾ ചെന്നാലും ഞങ്ങൾ ടീച്ചേഴ്സ് നോ പറയാറില്ല. പരീക്ഷയൊക്കെ വരുമ്പോൾ ഇങ്ങനെ വട്ടത്തിലിരുന്ന് പഠിക്കും, ടീച്ചേഴ്സ് ഇരുന്ന് പഠിപ്പിച്ചു കൊടുക്കും, രാത്രി റൂമിൽ ഹോസ്റ്റലിൽ ഇരുന്ന് പഠിപ്പിച്ചു കൊടുക്കും, എല്ലാവരും ഇരുന്ന് പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യും. പരീക്ഷയൊക്കെ വരുമ്പോൾ അതിൽ കാണുന്ന വെച്ചെങ്കിൽ കുറേ പേരിങ്ങനെ പഠിച്ചു വരുന്ന കാണുമ്പോൾ അറിയാതെ ബാക്കിയുള്ളവരും അങ്ങോട്ട് പഠിച്ചു പോകും. പരീക്ഷ വരുമ്പോൾ മാത്രമേ പിള്ളേർ പഠിക്കാറുള്ളൂ, ആ സീസൺ മാത്രം. അല്ലാത്ത സമയത്ത് കുറെ എൻജോയ്മെന്റ് ഉണ്ട്. തീർച്ചയായിട്ടും ആ എൻജോയ്മെന്റ് ഓരോന്നിലും ഓരോ പഠനം ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു കാര്യം. ഓക്കെ. തൊമ്മന്റെ കണ്ണിൽ റെസ്പെക്ട് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്? അത് ഈഗോ ആയിട്ട് വരുന്നൊരു ഭാഗമല്ലേ റെസ്പെക്ട്. എന്നെ റെസ്പെക്ട് ചെയ്തു എന്ന് വെച്ചാൽ എനിക്ക് ഈഗോ ഉള്ളത് കൊണ്ടല്ലേ എന്നെ റെസ്പെക്ട് ചെയ്യേണ്ടത്. എൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കുന്ന എൻ്റെ അമ്മയും പറയാറുണ്ട്, എടാ എല്ലാവരും നിനക്കൊരു തൊമ്മാന്ന് വിളിക്കുന്നു, ഒരു റെസ്പെക്ട് വേണ്ടേ? ഞാൻ പറയുക റെസ്പെക്ട് അല്ല വേണ്ടത്, സ്നേഹമാണ് വേണ്ടത്. സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ നന്നായിട്ടിരിക്കും, നല്ല റിലേഷൻഷിപ്പിൽ പോകും. റെസ്പെക്ട് കാണുമ്പോൾ ചാടി എണീക്കും എന്നൊക്കെ ഉള്ളത് കൊണ്ട് അതൊരു ഷോ മാത്രം. തൊമ്മ ഇപ്പൊ അവിടെ വരുന്ന സമയത്ത് അങ്ങനെ എല്ലാരും കൂടെ വന്ന് ഹായ് തൊമ്മ അങ്ങനെയാണ്? അങ്ങനെ തന്നെയാണ്. ചിലപ്പോ കളിയാക്കിയിട്ട് പോകും, ഞാനും വല്ലതും പറയും അവരും വല്ലതും പറയും. അതൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് പോകാന്നുള്ളത്. അപ്പം എന്താണ് ഇനി പുതിയ തലമുറയെടുത്ത് തൊമ്മന് ഡയറക്റ്റ് പറയാനുള്ളത്? ഇപ്പൊ ഒന്ന് പറയാം. ഇന്നത്തെ തലമുറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഭയങ്കര നെഗറ്റീവായിട്ട് ആൾക്കാർ ഒരുപാട് പറയുന്നുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഇന്റലിജന്റും സ്വന്തമായിട്ട് ചിന്തിക്കാൻ പറ്റുന്നതും ക്രിയേറ്റീവായിട്ടുള്ള ആൾക്കാരാണ്. അത് ഇനി ഏത് ഏരിയ തൊമ്മ ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മേ ബി കുറെ പേർക്കെങ്കിലും ഒരു സോഷ്യൽ സ്കിൽ എന്ന് പറയുന്നത് ആ കോവിഡ് കഴിഞ്ഞപ്പോൾ ഒന്ന് കുറഞ്ഞു. അപ്പൊ അവരിലേക്ക് ഒതുങ്ങുന്നു എന്നുള്ളത്, മൊബൈലും കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒന്ന് മാറി സോഷ്യൽ സ്കിൽ. കാരണം കോർപ്പറേറ്റിലേക്ക് ചെന്ന് കഴിയുമ്പം ജോലിക്ക് പോകുമ്പം ഒറ്റയ്ക്ക് ഒരു വർക്കേ ഇല്ല, ഇറ്റ് ഹാസ് ടു ബി എ ടീം പ്ലെയർ. അപ്പൊ അത് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യണം. നമുക്ക് പരിചയമുള്ളവരോട് മാത്രമാണ് പലരും കംഫർട്ടബിൾ. അങ്ങനെയല്ല, ഒരു പരിചയമില്ലാത്തവർ, ഒരു പരിചയമില്ലാത്ത ഡിപ്പാർട്ട്മെന്റ് നാളെ ചിലപ്പോൾ ഈ ജോലി വിട്ട് വേറെ സ്ഥലത്ത് പോയി ഇവിടുന്ന് ഒരു ട്രാൻസ്ഫർ കിട്ടി എവിടെ ചെന്നാലും അവരുമായിട്ട് ആരുമായിട്ടും ജെൽവെല്ല് ചെയ്യാൻ പറ്റണം എന്നുള്ളൊരു കാര്യമുള്ളൂ. അതിന് ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്യുക, എല്ലാവരോടും സംസാരിക്കുക. സമൂഹത്തിൽ നടക്കുന്ന എല്ലാ പ്രോഗ്രാമിനും നമ്മൾ പലപ്പോഴും ഹിപ്പികളെയൊക്കെ ഇതെന്താണെന്ന് ചോദിച്ചവരും ഒരു ക്രൈസിസ് വന്ന സമയത്ത്, വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്തൊക്കെ അവരൊക്കെ ആയിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അവരിലൊക്കെ നന്മ ഒരുപാടുണ്ട്. പക്ഷെ അത് അങ്ങനെ ഒരു പ്രശ്നം വരരുത് മുമ്പോട്ട് വരാൻ, അല്ലാതെ തന്നെ എല്ലാ കാര്യത്തിലും ആക്റ്റീവായി നിൽക്കുക എന്നുള്ളൊരു കാര്യം. ഓക്കെ, ഗുഡ്. അപ്പോൾ ഇത് കാണുമ്പോൾ ഇപ്പം കുട്ടികൾക്ക് ഇൻട്രസ്റ്റഡ് ആണ്. അപ്പം മാതാപിതാക്കൾക്ക് അവർ ഈ പഠിച്ചു വെച്ച രീതികൾ, അവർ കഴിഞ്ഞിട്ടുള്ള കുറേ രീതികൾ അവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രഷർ ആവുന്നത്. ഇങ്ങനത്തെ ചിന്തകളിൽ വിമർശനമായിട്ട് തോന്നുന്നു ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പം അവരുടെ അടുത്ത് എന്താണ് തൊമ്മന് പറയാനുള്ളത്? അല്ല, ഇതെന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം അവിടെയും കൊണ്ട് വിടുന്ന പല പേരൻസും അച്ചടക്കത്തിൽ വേണം, മറ്റേത് മറിച്ചത്. ഇപ്പോഴും MBA വരുമ്പോഴും പറയാം പഠിച്ച് നല്ല മാർക്ക് വേണം കേട്ടോ എന്നാണ് പേരൻസ് പറയുന്നത്. നമ്മൾ അങ്ങനെയല്ല, നല്ല ജോലി വാങ്ങിക്കൂ എന്ന് പറയുന്നത്. അവര് ശീലിച്ചതേ പാലിക്കുന്നു പറഞ്ഞ പോലെ അവർ മുഴുവൻ പഠിക്കണം, വളരെ ഡിസിപ്ലിൻഡ്, അതിനകത്ത് സ്വരം ഉണ്ടാവാൻ പാടില്ല, ഈ ലെവലിലാണ്. ഞങ്ങളവിടെ കൂവലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ലെവലില്ലാത്ത കൂവലാണ്. ഇന്നത്തെ ഡിസിഷൻ മേക്കർ കുട്ടികളാണ്, അല്ലാതെ പേരൻസ് അല്ല. കുട്ടികൾ എന്ത് പറഞ്ഞാലും അത് പേരൻസ് ചെയ്തു കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇനി നേരത്തെ പറഞ്ഞതുപോലെ ചില കേസുകളിൽ പേരൻസ് പറയുന്നൊരു അയ്യോ എന്നോട് ഒരു വാക്ക് പോലും തിരിച്ചു അവൻ ഇപ്പൊ പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് എത്ര നാൾ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും? അവരെ സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാൻ പഠിപ്പിക്കണം, എന്നാലേ അവരെടുക്കുള്ളൂ. നമ്മൾ ഈ കോഴിക്കുഞ്ഞ് വിരിഞ്ഞു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ തള്ളി വിട്ടിട്ടില്ലെങ്കിൽ തള്ളക്കോഴി ചത്തു കഴിഞ്ഞാൽ പിന്നെ ആ കോഴിക്കുഞ്ഞ് ചത്തുപോകുള്ളൂ, വേറെ നിവൃത്തിയില്ല. എന്ന് പറയുന്നത് പോലെ കുട്ടികൾ സ്വന്തമായിട്ട് തീരുമാനം എടുക്കുകയും അവരവരുടെ കാര്യങ്ങളിൽ നിന്നാലേ പറ്റുള്ളൂ. അതിന് പേരൻസ് കുറെ ഫ്രീഡം കൊടുത്തേ പറ്റൂ.
അതിപ്പോ കൊടുത്തിട്ടില്ലെങ്കിലും കുട്ടികൾ ഇന്നിപ്പോ എടുത്തു വാങ്ങിക്കും, വേറെ നിവൃത്തിയില്ല. അപ്പൊ ഒന്നുകിൽ സന്തോഷത്തോടെ കൊടുക്കാം, ഇല്ല വിഷമത്തോടെ കൊടുക്കാം, എന്തായാലും കൊടുത്തേ പറ്റില്ല. വളരെ സന്തോഷം ഇത്രയും നേരം നമുക്ക് ഇങ്ങനെ ഒരു നല്ലൊരു ഇന്റർവ്യൂ തന്നേന്. ഇപ്പം മാറുന്ന സമൂഹത്തിൽ പല കാര്യങ്ങളും നമ്മളുടെ സോഷ്യൽ മീഡിയ വഴി നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. പ്രവൃത്തിയിലൂടെ കാണുന്നത് തൊമ്മൻ്റെ കോളേജിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ആ ഒരു കോളേജിൻ്റെ ഒരുപാട് സക്സസ്ഫുൾ വിജയങ്ങൾ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇതുപോലുള്ള മാറുന്ന ചിന്താഗതിക്കായിട്ട് നമുക്ക് എല്ലാവർക്കും കാതോർക്കാം, അതിനനുസരിച്ച് പ്രവർത്തിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.